അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ബ്രില്യൻ്റ് എന്ന് പറയുമ്പോൾ ജെഇക്കാണെങ്കിലും അതുപോലെ നീറ്റിനും ഒരേപോലെ പ്രാധാന്യം നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അതുപോലെ 2 എക്സാംസിലും ക്വാളിഫൈഡ് ആയിട്ട് നിൽക്കുന്ന മിടുക്കന്മാരാണ് ഈ നിൽക്കുന്നവർ. അപ്പോൾ നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. അവരുടെ റാങ്കുകൾ എന്താണ്, ഒരു ക്വാളിഫൈ ചെയ്ത എക്സാംസ് ഏതാണ് എന്നൊക്കെ ചോദിച്ചു നോക്കാം. അപ്പോൾ എന്താണ് പേര്? എൻ്റെ പേര് ഏബൽ. ഞാൻ എഞ്ചിനീയറിംഗ് ആണ്. ഞാൻ എഞ്ചിനീയറിംഗ് എക്സാംസിനാണ് ക്വാളിഫൈ ചെയ്തത്. മെയിൻസിൽ 1500, അഡ്വാൻസിൽ 1700. ഓക്കെ. അപ്പോൾ എവിടെയാണ് അഡ്മിഷൻ നോക്കിയത്? അഡ്മിഷൻ കിട്ടിയേക്കുന്നത് ഡൽഹി IIT മെക്കാനിക്കൽ. ഇഷ്ടപ്പെട്ട കോഴ്സാണോ? മോൻ എന്താണ്? എൻ്റെ പേര് ഐസക്. ഞാൻ നീറ്റിലാണ് ശരിക്കും പഠിച്ചിരുന്നത്. പക്ഷേ മെയിൻസിൽ 98.7 ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ IIIT കോട്ടയത്ത് അഡ്മിഷൻ എടുത്തു. നീറ്റിന് 620 ഉണ്ടായിരുന്നു. എന്നാലും ഈ പഠിത്തത്തെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം IIIT ജോയിൻ ചെയ്തു. ഓക്കെ. മോൻ എന്താണ്? ഹലോ, ഞാൻ ആൽഡ്രൻ. ഞാൻ നീറ്റ് ബാച്ചിൽ തന്നെയായിരുന്നു, തൃശ്ശൂർ റെസിഡൻഷ്യൽ ബാച്ചിൽ. നീറ്റിന് 685ഉം മെയിൻസിന് 13,000 റാങ്ക്, അപ്പോൾ 98.2% ആയിരുന്നു. നീറ്റിൻ്റെ കൗൺസിലിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ഇപ്പോൾ. ആണല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഹോസ്റ്റലിൽ നിന്ന് ആരൊക്കെയാ? അപ്പോൾ ഹോസ്റ്റൽ ലൈഫൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഹോസ്റ്റൽ ലൈഫ് പിന്നെ അറിയാലോ, എപ്പോഴും ഫ്രണ്ട്സ് കുറേ പേരുണ്ട്, അതുകൊണ്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഹോസ്റ്റൽ ഫുഡ് നന്നായിരുന്നു. അത് അല്ലെങ്കിലും ബ്രില്യൻ്റ് എപ്പോഴും ഫുഡിന് എപ്പോഴും പ്രാധാന്യം കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ ബ്രില്യൻ്റിലത്തെ ക്ലാസ് ടീച്ചേഴ്സ് തന്നെയായിരുന്നു ഹോസ്റ്റലിലത്തെയും വാർഡൻസ്. അപ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. നമുക്കൊരു ഡിസ്റ്റൻസ് തോന്നില്ല. എപ്പോഴും നമ്മളിൽ ഒരാളായിട്ട് എപ്പോഴും ആളുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ഒരു കൊല്ലം ഹോസ്റ്റലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാലും ആ ഹോസ്റ്റലിൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഒരുപാട് സ്റ്റുഡൻസിൻ്റെ ഒപ്പം നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മളൊരു ഫോർവേഡായിട്ട് തന്നെ എപ്പോഴും പഠിക്കുക. അല്ലാണ്ട് വീട്ടിൽ എപ്പോഴും ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പരിധി കഴിഞ്ഞാൽ ഡീമോട്ടിവേറ്റ് ആവും. അപ്പം നമ്മളെ ഒപ്പം നമ്മളെ പോലെ തന്നെ കഷ്ടപ്പെടാൻ അനുഭവിക്കണ ഇത് പഠിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതുണ്ടാവും. അപ്പം അങ്ങനെ. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ സ്റ്റഡി മെറ്റീരിയൽസ് ആണെങ്കിലും കുറേ ലേൺ ആപ്പിൽ കുറേ എക്സാംസ് ഒക്കെ ഉണ്ടാവുമല്ലോ. മോനിപ്പോൾ എഞ്ചിനീയറിംഗ് ആണ് ചൂസ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എങ്ങനെ ഹെൽപ്ഫുൾ ആയിരുന്നു നിങ്ങൾക്ക്? ലേണിങ്ങിലാണ് ശരിക്കും ഞാൻ മൊത്തം പഠിച്ചേക്കുന്നത്. അതിലത്തെ എല്ലാ എക്സാംസും എല്ലാ ക്ലാസ്സസും കണ്ടിട്ട് തന്നെയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഗൈഡുകൾ കുറച്ചേ നോക്കിയിട്ടുള്ളൂ. മെയിനായിട്ടും ലേണിങ്ങിൽ തന്നെ ഞാൻ നോക്കിപ്പോയിരുന്നു. അതാണ് കൂടുതൽ എക്സാം ക്വാളിഫൈ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയത്, ആ എക്സാംസ് മോക്ക് ടെസ്റ്റുകളും. അതെ. ഇവിടുത്തെ മോഡൽ എക്സാംസ് ഒക്കെ ഇത്തിരി ടഫാന്ന് കേട്ടിട്ടുണ്ടല്ലേ? അപ്പോൾ അതൊക്കെ എഴുതിയിട്ട് പിന്നെ നീറ്റ് എഴുതിയപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പോൾ നീറ്റിനായാലും മോഡൽ എക്സാംസ് അത്യാവശ്യം നല്ല ടഫാണ്. അപ്പോൾ സത്യം പറയാൻ നമ്മളെ മെയിൻസിനും കൂടി ഒരു ഇതായി. കാരണം മെയിൻസ് ഓഫ് കോഴ്സ് നീറ്റിനായിട്ട് എപ്പോഴും ടഫായിരിക്കും. പക്ഷേ നീറ്റിൻ്റെ മോഡൽ എക്സാമിൽ പോലും മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും നമ്മൾ ആ ലെവലിൽ തിങ്ക് ചെയ്യാനും അത് സോൾവ് ചെയ്യാനും ഇപ്പോൾ ഫ്രണ്ട്സ് ആയാലും എല്ലാവരും ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മളെ ഓൺ ബാച്ചിൽ നിന്നല്ല, എഞ്ചിനീയറിംഗ് ബാച്ചിൽ നിന്ന് സ്റ്റുഡൻസ് ഹെൽപ്പ് ചെയ്തിരുന്നു നമ്മളെ. അപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ ഞാൻ ഈ ജെഇ മെയിൻസിൽ സ്കോർ ചെയ്തതിൻ്റെ ഒരു പ്രധാന കാരണം അത് തന്നെയാണ്. നീറ്റ് ഇപ്പോൾ ബ്രില്യൻ്റായിട്ടും 10 times ഈസിയർ ആണെങ്കിലും മെയിൻസിന് വന്ന ക്വസ്റ്റ്യൻ പോലും എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി, ഈ നീറ്റ് ഇത്രയും ടഫ് ആയതുകൊണ്ട്. സോ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് ഞാൻ പറയാം. എപ്പോഴും എക്സാം എളുപ്പമാക്കി ഇട്ടുകൊണ്ട് ഒരിക്കലും നമ്മളെ വല്ലാണ്ട് മോട്ടിവേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. എപ്പോഴും നമ്മുടെ മാക്സിമം ആണ് ട്രൈ ചെയ്യേണ്ടത്. ഇപ്പോൾ എപ്പോഴും ഒരു ഈസി എക്സാമിൽ സ്കോർ ചെയ്തെന്ന് വെച്ചിട്ട് നമുക്ക് നീറ്റിൽ കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ബ്രില്യൻ്റ് എക്സാംസ് മാർക്ക് ഡൗൺ ആണെങ്കിലും ഞാൻ എപ്പോഴും ഇവരോട് പറയും, ജൂനിയേഴ്സൊക്കെ ഭയങ്കര ഇത് പറയാറുണ്ട്, ഒട്ടും മാർക്കില്ല. അപ്പോൾ ചിലവർ ഭയങ്കരമായിട്ട് ഡിമോട്ടിവേറ്റഡ് ആവും. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ അത് കിട്ടും. അത് നീറ്റ് ആകുമ്പോഴേക്കും എക്സാംസ് ഭയങ്കര എളുപ്പമായിരിക്കും. ഗവൺമെന്റ് എല്ലാവരും നോക്കിയിട്ട് തന്നെ ഇടുക. മോൻ എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ ഇവിടുത്തെ എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത്? ഞാൻ 10th കഴിഞ്ഞിട്ട് 11th 12th റെസിഡൻഷ്യൽ ബാച്ചിലായിരുന്നു, നീറ്റ് ബാച്ചിൽ നിന്ന്. അവിടെ വന്നു കോൺസെപ്റ്റ്സ് ക്ലാസ് കേൾക്കുക, പഠിക്കുക. അങ്ങനെ പഠിച്ച് എല്ലാ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ തൗസൻഡ്സ് ഓഫ് വെറൈറ്റീസ്, എല്ലാ വെറൈറ്റിയിലും ക്വസ്റ്റ്യൻ കണ്ടു. മെയിൻസിന് വന്നപ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ക്വസ്റ്റ്യൻസ് തന്നെ. മെയിൻസിന് നന്നായി സ്കോർ ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് നീറ്റ് വന്നു. നീറ്റിനും ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസ് സെയിം കണ്ടത് തന്നെ. അങ്ങനെ പിന്നെ ക്ലാസ് ടീച്ചർ ലിജി മിസ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഭയങ്കര എന്ന് പറഞ്ഞാൽ എപ്പോഴും മോട്ടിവേറ്റിങ്, എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ 2 വർഷം പഠിച്ചു. ഇപ്പോൾ തീർന്നല്ലേ 2 വർഷം? ഇപ്പൊ നോക്കുമ്പോൾ പെട്ടെന്നായിരുന്നു. വിക്ടോറിയയിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മെമ്മറിയിൽ ആലോചിക്കുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇനിയും ഫ്യൂച്ചറിൽ കുറേ ഡ്രീംസ് ഉള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ. അതൊക്കെ അച്ചീവ് ചെയ്ത് നല്ല മിടുക്കന്മാരായിട്ട് വീണ്ടും ബ്രില്യൻ്റിലേക്ക് തിരിച്ചു വരണം. ഓക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.